ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18 നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PSC പ്രീവിയസ് ഇയറിൽ LGS ലെവലിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്യുന്നത്. 161/2025 എന്ന ചോദ്യപേപ്പർ കോഡാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് 100 ചോദ്യങ്ങളും അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു പോകുന്നുണ്ട്. അതുമാത്രമല്ല, മാത്സിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തു നോക്കി ഉത്തരത്തിലേക്ക് എളുപ്പം എത്തേണ്ട വിധം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരം ഓപ്ഷൻ സി, ദാദാഭായി നവറോജി. ഓപ്ഷൻ സി, ദാദാഭായി നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. ഈ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇത് ഭരണഘടനയിലെ അനുച്ഛേദം 32 പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പൗരന്മാർക്ക് ഈ അവകാശം അധികാരം നൽകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് സുപ്രീം കോടതി 5 തരം റിട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശ്രദ്ധിക്കുക, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പണ്ഡിത രമാഭായി. ഓപ്ഷൻ ബി, പണ്ഡിത രമാഭായി. 1882 വർഷം ഓർത്തിരിക്കുക. 1882 പൂനെയിൽ ഈ സംഘടന സ്ഥാപിതമായത്. വിധവകളുടെ ഉന്നമനത്തിനായിട്ട് പണ്ഡിത രമാഭായി ശാരദാ സദൻ എന്ന സ്ഥാപനവും ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് നാലാമത്തെ ചോദ്യം: ഭരണഘടന ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 2002 86 ഭരണഘടനാ ഭേദഗതി അഥവാ ആർട്ടിക്കിൾ 21A പ്രകാരമാണ് മൗലിക അവകാശമായി കൂട്ടിച്ചേർത്തത്. സ്വത്തിനുള്ള അവകാശം 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. നിലവിൽ സ്വത്തവകാശം എന്നത് ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമാവകാശം മാത്രമാണ്. അഞ്ചാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമുക്ക് നോക്കാം. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഇത് ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകളാണ് തന്നിട്ടുള്ളത്. സ്ഥാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885
ഡിസംബർ 28-നാണ്. ഡിസംബർ 28, ഡിസംബർ 28, 1885 ഡിസംബർ 28. ആരാണ് സ്ഥാപകൻ? എ.ഒ. ഹ്യൂമാണ്. എ.ഒ. ഹ്യൂമാണ് സ്ഥാപകൻ. ആദ്യ സമ്മേളനം ബോംബെയിലായിരുന്നു. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് നടന്നത്. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജിയാണ്. അതുപോലെ തന്നെ 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളും എന്നിങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞു. ഏതാണ്? 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് രീതിയിലുള്ള ചിന്താധാരകൾ ഉടലെടുത്തത്. അടുത്തത് 6ാമത്തെ ചോദ്യം. ഭരണഘടനാ ദിനം. ഉത്തരം ഓപ്ഷൻ ബി നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഇത് നടപ്പിലായി പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയതെന്നു മുതലാണ്? 2015 മുതലാണ് ഭരണഘടനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. 7ാമത്തെ ചോദ്യം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 42ാം ഭേദഗതി. ഓപ്ഷൻ സി 42ാം ഭേദഗതി 1976 ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്താണ് ഇത് വന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം അഥവാ സെർക്കുലർ, അതുപോലെ തന്നെ ഇൻ്റഗ്രിറ്റി, അതായത് മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസം എന്നിവയെല്ലാം വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ് സംവാദ് കൗമുദി. ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യം. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരിയിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലുണ്ടായ അക്രമാസക്തമായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീയിട്ടതിനെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത്. ഇതിനെ തുടർന്ന് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി പാർലമെന്റ്. ഓപ്ഷൻ സി പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അടുത്തത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ എ 1925. ഓപ്ഷൻ എ 1925. 12ാമത്തെ ചോദ്യം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. വർഷം എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം? 1936 നവംബർ 12. 1936 നവംബർ 12 വർഷം. 13ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. ഓപ്ഷൻ സി അയ്യങ്കാളി. 1893 വില്ലുവണ്ടി സമരം നടത്തിയത്. 1893. വർഷങ്ങൾ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. 14ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. അടുത്ത 15ാമത്തെ ചോദ്യം. വരിക വരിക സഹചരെ സഹന സമരമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം. അംശി നാരായണപിള്ളയാണ് ഈ സമരഗാനത്തിൻ്റെ രചയിതാവ്. അടുത്തത് 16ാമത്തെ ചോദ്യം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി
മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക്. ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനാണ് പ്രശസ്ത നടി ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. 17ാമത്തെ ചോദ്യം. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. 18ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലിഫ്. സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. 1947 ഓഗസ്റ്റിലാണ് ഈ അതിർത്തി രേഖ നിലവിൽ വന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ മക്മോഗൻ ലൈനാണ്. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായി പട്ടേൽ. ഓപ്ഷൻ ബി സർദാർ വല്ലഭായി പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായി പട്ടേൽ. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഗുജറാത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. 20ാമത്തെ ചോദ്യം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. അടുത്തത് 21ാമത്തെ ചോദ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം? 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. ഓപ്ഷൻ എ ഇന്ത്യ. ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെ 5 വിക്കറ്റുകൾ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് എന്നുകൂടി ഓർത്തിരിക്കുക. 22ാമത്തെ ചോദ്യം. ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം? ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം? ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഛത്തീസ്ഗഡിലാണ് ഈ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയും ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയുമാണ് സ്ഥാപിതമായത്. 23ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുരയെന്നും അറിയപ്പെടുന്നു. 26. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി വടക്കുകിഴക്കൻ മൺസൂൺ. ഓപ്ഷൻ ബി വടക്കുകിഴക്കൻ മൺസൂൺ. ഇതിനെ തുലാവർഷമെന്നും വിളിക്കുന്നു. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് തമിഴ്നാട് തീരത്ത് അഥവാ കൊറമാൻഡൽ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത്. 27ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്താണ്. 28 നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ
ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ്. ഓപ്ഷൻ എ ഹൈദരാബാദ്. 2022 ഹൈദരാബാദിലെ CSIR NGRI ക്യാമ്പസിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 29 പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. 30ാമത്തെ ചോദ്യം. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്ത രൂപം ഗർഭ ഏതു സംസ്ഥാനത്തിൽ നിന്നാണ്? യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്ത്. ഓപ്ഷൻ സി ഗുജറാത്ത്. 2023 ഡിസംബറിൽ യുനെസ്കോയുടെ സാംസ്കാരിക പട്ടികയിൽ ഈ നൃത്തരൂപം ഉൾപ്പെടുത്തുകയുണ്ടായി. 31ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടത്താണ്, ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ ഈ പദ്ധതി സൗരോർജവും കാറ്റാടി ഊർജവും സംയോജിപ്പിച്ചുള്ള ഒരു പദ്ധതിയാണ്. 32ാമത്തെ ചോദ്യം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. കോഴിക്കോട് സാമൂതിരിയാണ് 14ാം നൂറ്റാണ്ടിൽ ഇത് നിർമ്മിച്ചത്. കുടിവെള്ള സ്രോതസ്സായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 33 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വടക്കുകിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ് വടക്കുകിഴക്കൻ മൺസൂൺ. അടുത്തത് 34ാമത്തെ ചോദ്യം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പഴയ NH 47 ഇന്ന് NH 544 എന്ന് അറിയപ്പെടുന്നത്. ഇത് കൊച്ചിയെയും സേലത്തെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. 35ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വയനാട്. ഓപ്ഷൻ സി വയനാട്. 36 തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ. നമുക്കറിയാം കബനി, ഭവാനി, പമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. പെരിയാർ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. 37ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം. ഓപ്ഷൻ ബി മലപ്പുറം. അക്ഷയ പദ്ധതിയിലൂടെയാണ് മലപ്പുറം ഈ പദവി നേടിയത്. 38 കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. ഇദ്ദേഹം ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. 39ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഉത്തരം ഓപ്ഷൻ സി മംഗളവനം. ഓപ്ഷൻ സി മംഗളവനം. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ ശ്വാസകോശമെന്നാണ് അറിയപ്പെടുന്നത്. 40 ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. ഓപ്ഷൻ ഡി ഇടുക്കി. 41 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം. ഉത്തരം ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നിത്യഹരിത വനങ്ങൾ ഉൾപ്പെടുന്ന വനമേഖലയാണ്. 42 തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല. ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ. ഓപ്ഷൻ എ കണ്ണൂർ. 43
കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏതു ജില്ലയിലാണ്? കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏതു ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം. ഓപ്ഷൻ ഡി എറണാകുളം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ ഇത് സ്ഥാപിച്ചത്. 44. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്. ഉത്തരം ഓപ്ഷൻ ബി ഗംഗയാൻ. ഓപ്ഷൻ ബി ഗംഗയാൻ. 45. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്. 1829. വർഷം ഓർത്തിരിക്കുക. 1829 തിരുവനന്തപുരത്ത് ഈ പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായത്. ഇന്നത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്നാണ് അറിയപ്പെടുന്നത്. 46. ചോദ്യം. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഉത്തരം രണ്ടാമത്തെ ഭിലായി. അതുപോലെ തന്നെ 4 സി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. 2ഉം 4ഉം മാത്രമാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. അടുത്തത് 47. ചോദ്യം. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. 48. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഫുട്ബോൾ. ഓപ്ഷൻ എ ഫുട്ബോൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന ഫുട്ബോൾ ടൂർണമെൻ്റാണ് സന്തോഷ് ട്രോഫി. 49. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി മരിയ കൊറീന. ഓപ്ഷൻ ഡി മരിയ കൊറീന. അടുത്തത് 50. ചോദ്യം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഉത്തരം ഓപ്ഷൻ സി CP രാധാകൃഷ്ണൻ. 2025 പ്രകാരം CP രാധാകൃഷ്ണൻ. 51. ചോദ്യം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരാണ്? ഓപ്ഷൻ ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. 52. ചോദ്യം. 2028 ഒളിമ്പിക്സ് വേദി. 2028 ഒളിമ്പിക്സ് വേദി. ഉത്തരം ഓപ്ഷൻ എ ലോസ് ആഞ്ചലോസ്. ലോസ് ആഞ്ചലോസ്. 2028 നടക്കുന്ന 34ാമത് ഒളിമ്പിക്സ് വേദിയാണിത്. 2024 വേദി പാരീസ് ആയിരുന്നു. 2032 ഒളിമ്പിക്സിൻ്റെ വേദി ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ ആണ്. 53. ചോദ്യം. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മീതെയിൻ. ഓപ്ഷൻ ബി മീതെയിൻ. അടുത്ത ചോദ്യം. 54. ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടിയ കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്ന ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമാകുക? ഉത്തരം ഓപ്ഷൻ സി ഇരുമ്പടങ്ങിയ ഇലക്കറികൾ. ഓപ്ഷൻ സി ഇരുമ്പടങ്ങിയ ഇലക്കറികൾ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത്. 55. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവയാണ് പയറിൻ്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ. ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, വെള്ളായണി ജ്യോതിക, കൈരളി, ശാരിക, അനശ്വര എന്നിവയെല്ലാം പയറിൻ്റെ സങ്കര ഇനങ്ങളാണ്. ഇനി പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, ജാല അതുപോലെ തുടങ്ങിയവയൊക്കെ. വെണ്ടയുടെ ഇനങ്ങളാണ് സൽകീർത്തി, അർക്കാനാമിക, കിരൺ എന്നിവ. 56. ചോദ്യം. പ്രസ്താവന. ഇടതു വെർട്ടിക്കലിൻ്റെ ഭിത്തിക്ക് വലതു വെർട്ടിക്കലിനേക്കാൾ കട്ടി കൂടുതലാണ്.
കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉയർന്ന മർദ്ദത്തിൽ രക്തം പമ്പ് ചെയ്യണം എന്നുള്ളതിനാൽ ഇടതു വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുതലാണ്. കാരണം തന്നിരിക്കുന്നത് തെറ്റാണ്. ഇടതു വെൻട്രിക്കിളിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് സ്വീകരിക്കുകയല്ല. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം സ്വീകരിക്കുന്നത് വലത് ഏട്രിയം വഴിയാണെന്ന് ഓർത്തിരിക്കുക. 57ാമത്തെ ചോദ്യം. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? സുസ്ഥിര വനപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. ശരിയാണ്. വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. 2ഉം 3ഉം പ്രസ്താവനയാണ് ശരി. അടുത്ത ചോദ്യം. 58ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ സി ബി.ആർ. ഗവായി. ഓപ്ഷൻ സി ബി.ആർ. ഗവായി. അടുത്ത ചോദ്യം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി. ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. അടുത്ത ചോദ്യം. 60. ശരിയായ പ്രസ്താവന ഏത്? തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. കടൽക്കാറ്റത്ത് പകൽ സമയത്താണ് വീശുന്നത്. പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നത് മൂലം അവിടെ വായു മുകളിലേക്ക് ഉയരുകയും കുറഞ്ഞ മർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് കടലിൽ നിന്നുള്ള തണുത്ത വായു കരയിലേക്ക് വീശുന്നതാണ് കടൽക്കാറ്റ്. അടുത്ത ചോദ്യം. 61. അപവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. അപവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം 2 വരുന്നുണ്ട്. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. ഇവ രണ്ടും എന്താണ്? അപവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ്. ഒന്നിലധികം കണ്ണാടികൾ, അതായത് സമതല ദർപ്പണങ്ങൾ ഉപയോഗിച്ച് വെളിച്ചത്തെ പലതവണ പ്രതിപദിപ്പിക്കുന്ന രീതിയാണ് ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈ തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. പെരിസ്കോപ്പിലും പ്രകാശം 2 തവണ പ്രതിപദിക്കുന്നുണ്ട് എന്നതിനാൽ ആവർത്തന പ്രതിപതനം ഇതിലും നടക്കുന്നുണ്ട്. 62ാമത് ചോദ്യം. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ബി സിങ്ക്. ഓപ്ഷൻ ബി സിങ്ക്. അടുത്തത് 63. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓപ്ഷൻ എ അക്വസ്റ്റിക്സ് എന്ന് പറയുന്നു. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. ശബ്ദതരംഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനശാഖയാണ് അക്വസ്റ്റിക്സ്. ഒപ്റ്റിക്സ് എന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനവും തെർമോഡൈനാമിക്സ് എന്നത് താപത്തെക്കുറിച്ചുള്ള പഠനവുമാണ്. 64. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 65ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട്. ഓപ്ഷൻ സി തമിഴ്നാട്. തമിഴ്നാട് ജില്ലയിലെ കൽപ്പാക്കത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. ഉത്തരം ഓപ്ഷൻ ബി വിഴിഞ്ഞം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം എവിടെയാണ്? വിഴിഞ്ഞത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്. ഇതൊരു ഗ്രീൻഫീൽഡ് തുറമുഖമാണ്. 67ാമത്തെ ചോദ്യം.
ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശൈലി. ഓപ്ഷൻ ഡി ശൈലി. 68ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ലോകലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഉത്തരം ഓപ്ഷൻ ബി എയ്ഡ്സ്. എയ്ഡ്സിന്റെ ലക്ഷണങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. HIV വൈറസ് ശരീരത്തിലെ T ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്നത് വഴിയാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള പ്രാഥമിക പരിശോധനയാണ് എലീസ ടെസ്റ്റ്. 69ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ? ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ എന്നതും പീനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ എന്നതുമാണ് ശരിയായ ജോഡികൾ. 2ഉം 3ഉം ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. 2ഉം 3ഉമാണ് ശരിയായ ജോഡികൾ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ ആണ്, തൈമോസിൻ അല്ല. തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണെന്ന് ഓർക്കുക. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ ആണ്. അതുപോലെ തന്നെ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി അല്ല കേട്ടോ, തൈറോയിഡ് ഗ്രന്ഥിയാണ്. കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്, അഡ്രിനൽ ഗ്രന്ഥി അല്ല. അടുത്ത ചോദ്യം. 70ാമത്തെ ചോദ്യം. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഏതൊക്കെയാണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. ശരിയാണ്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. നവകേരള മിഷന്റെ ഭാഗമായി 2017 ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. 71ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. സി ആണ് ശരിയായിട്ടുള്ളത്. വൈറ്റമിൻ B3 പെല്ലഗ്ര എന്നതാണ് ശരിയായ ജോഡി. വൈറ്റമിൻ എ കുറവ് മൂലം ഏതാണ്? നിശാന്തത. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം സ്കാർവി. അതുപോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് എന്നിവയാണ് ഉണ്ടാകുന്നത്. അതുപോലെ വൈറ്റമിൻ B12ന്റെ കുറവ് മൂലം അനീമിയാണ് ഉണ്ടാകുന്നത്, കണയല്ല. അടുത്തത് 72ാമത്തെ ചോദ്യം. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതനുസരിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വയോ അമൃതം. ഓപ്ഷൻ ബി വയോ അമൃതം. വയോമിത്രം എന്താണ്? നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും നൽകുന്ന പദ്ധതി. വയോമധുരം എന്താണ്? BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. 73ാമത്തെ ചോദ്യം. എംഫിസീമ എന്ന രോഗത്തിന് ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം. ഓപ്ഷൻ എ ശ്വാസകോശം. 74. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. 75. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ പോളിയോ. ഓപ്ഷൻ എ പോളിയോ. പോളിയോ പ്രധാനമായും പകരുന്നത് മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ്. വില്ലൻ ചുമ, ക്ഷയം, ചിക്കൻ പോക്സ് എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. 76ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള വളർച്ചകളാണ് വില്ലസുകൾ. ശരിയാണ്. പ്രസ്താവന 2.
വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗീകരണത്തിന് സഹായിക്കുന്നു. ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. പ്രസ്താവന 1, 2 ശരിയാണ്. 77ാമത്തെ ചോദ്യം. 77. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആരൊക്കെയാണ്? മേരി ഇ ബ്രാൻകോവ്, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്ഡെല്ല്, അതുപോലെ തന്നെ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് 78ാമത്തെ ചോദ്യം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റിസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ അജയ്. ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ ഗംഗ യുക്രൈനിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു. ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു. ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ ഭൂകമ്പ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. 79ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ്? ഒന്നാമത്തേത് നോക്കിയേ. വിഴിഞ്ഞം തുറമുഖം 2005 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത്, വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഷുവ 15 ആയിരുന്നു. ഇതും തെറ്റാണ്. 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം 80ാമത്തെ ചോദ്യമാണ്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ്, അതായത് 2025 വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിലൂടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ ആണ് ഉത്തരം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലാണ് തപോമയിലൂടെ അച്ഛൻ എന്ന നോവല്. കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥി കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യ സങ്കീർണതകൾ പറയുന്ന നോവലാണിത്. അദ്ദേഹത്തിൻ്റെ ചാവുകളി എന്നതൊരു ചെറുകഥയാണ്. അന്ധകാരനാഴി നോവൽ എന്നതൊരു നോവലാണ്. അത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾക്ക് അർഹമായിട്ടുണ്ട്. അടുത്തത് മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. നോക്കാം. 81ാമത്തെ ചോദ്യം മുതൽ മാത്സിൻ്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ചോദ്യവും ചെയ്യേണ്ട വിധം കൊടുത്തിട്ടുണ്ട്. ഡൗട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. 81. -6 + 5 ഭാഗം -2 + 1 = എത്രയാകുമെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ 1 ആണ്. എങ്ങനെയാണ്? -6ഉം +5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. അതേ ഭാഗം -2 + 1 എന്താണ്? -1 ആണ്. -1ഉം -1ഉം ഹരിക്കുമ്പോൾ ഉത്തരം നമുക്ക് 1 എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ എ 1. 82ാമത്തെ ചോദ്യം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. ഏതാണ് ആ സംഖ്യ? ഉത്തരം ഓപ്ഷൻ ഡി 3/8 ആണ്. ഓപ്ഷൻ ഡി 3/8. ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ ചോദിക്കാം. അടുത്തത് 83ാമത്തെ ചോദ്യം. 3/5 + 1/5 - 3/10 × 36/45 ഭാഗം 16/5 എത്ര? ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ തന്നിട്ടുള്ളതിനെയാണ് ക്രിയ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാം? ബ്രാക്കറ്റിലുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 ലഘൂകരിച്ച് 1/2 എന്ന് പറയാൻ പറ്റും അല്ലേ? 1/2. അതെങ്ങനെയാണ്? 6 + 2 - 3/10 എന്ന് വരും. അതാണ് 1/2. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ഈ 36/45 നമുക്ക് എങ്ങനെയാകാം? 4/5 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ
5/16 എന്നുള്ളത് ഇവിടെ ഹരണമായതുകൊണ്ട് തിരിച്ചിടുമ്പോൾ എങ്ങനെയാണ് അത് ഗുണനത്തിലേക്ക് വരും. അപ്പം ഇൻറ്റു 5/16 എന്ന് വരും. 5/16 ഇത് ലഘൂകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ ബി 1/8. ഓപ്ഷൻ ബി 1/8. 84ാമത്തെ ചോദ്യം. രണ്ടു സംഖ്യകളുടെ ഗുണനഫലം 216ഉം ഉസാഗ 6ഉം ആയാൽ ലസാഗു എത്ര? നമുക്കറിയാം സംഖ്യകളുടെ ഗുണനഫലം ഈസ് ഈക്വൽ ടു ലസാഗ ഇൻറ്റു ഉസാഗയാണ്. ഇവിടെ നമുക്ക് ഗുണനഫലം 216 എന്ന് കിട്ടിയിട്ടുണ്ട്. LCM അറിയില്ല. LCMന് നമുക്ക് x എന്ന് എടുക്കാം. ഉസാഗയ്ക്ക് നമ്മൾ എന്താണ് ഇൻറ്റു 6 എന്നാണ് ഉസാഗ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എങ്ങനെ എടുക്കാൻ പറ്റും? എക്സ് ഈസ് ഈക്വൽ ടു 216/6. എത്ര കിട്ടും? 216/6 എന്ന് പറയുന്നത് ഓപ്ഷൻ എ 36. ഓപ്ഷൻ എ 36. 85ാമത്തെ ചോദ്യം. വില കാണുക. റൂട്ട് ഓഫ് 256 ഡിവൈഡഡ് ബൈ 6400 ഇൻറ്റു റൂട്ട് ഓഫ് 25 ഡിവൈഡഡ് ബൈ 7056. ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം നമുക്ക് വരുന്നത് ഓപ്ഷൻ സി 1/84 എന്നാണ്. 86ാമത്തെ ചോദ്യം. ഒരു വ്യാപാരി ഒരു മേശ 800 രൂപയ്ക്ക് വാങ്ങി 960 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭശതമാനം എത്രയാണ്? ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ലാഭം എങ്ങനെ കണ്ടെത്താം? വിറ്റ വിലയിൽ നിന്നും വിറ്റ വിലയായ 960, ഈ 960ൽ നിന്നും വാങ്ങിയ വിലയായ 800 രൂപ കുറച്ചാൽ നമുക്ക് 160 രൂപ എന്ന് ലാഭം കിട്ടും. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ലാഭശതമാനം കാണാൻ ലാഭമായ 160 ഡിവൈഡഡ് ബൈ വാങ്ങിയ വിലയായ 800 ഇൻറ്റു 100. ഉത്തരം ഓപ്ഷൻ ഡി 20% എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 20%. 87ാമത്തെ ചോദ്യം. രണ്ടു സംഖ്യകളുടെ തുക 10 ഗുണനഫലം 20 ആയാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? രണ്ട് സംഖ്യകളുടെ തുക 10 ഗുണനഫലം 20 ആയാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? ഉത്തരം ഓപ്ഷൻ സി 1/2. ഓപ്ഷൻ സി 1/2. ചെയ്യേണ്ട വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അടുത്ത 88ാമത്തെ ചോദ്യം. ദശാംശ രൂപത്തിൽ എഴുതുക. 1 + 9/100 + 3/1000 എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യകളെ തന്നിട്ടുള്ള ഭിന്നസംഖ്യകളെ ദശാംശ സംഖ്യ ആക്കുവാണെങ്കിൽ 1 + 9/100 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0.09 എന്ന് ദശാംശ രൂപത്തിൽ എഴുതാം. പ്ലസ് 3/1000 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0.003. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി 1.093 എന്ന് കിട്ടും. 89ാമത്തെ ചോദ്യം. ഒരു തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്ന 5 പേരുടെ ദിവസ വരുമാനം രൂപയിൽ താഴെ കൊടുത്തിരിക്കുന്നു. ശരാശരി വരുമാനം എത്ര? ശരാശരി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആകത്തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്, അല്ലേ? ആകത്തുക എന്ന് പറയുന്നത് അവരുടെ ഈ എന്താണ് ദിവസ വരുമാന കൂലി മൊത്തം കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 2000 രൂപ എന്ന് കിട്ടും. ഈ 2000 ഡിവൈഡഡ് ബൈ എത്ര പേരുടെയാണ്? 5 പേരുടെയാണ്. ഡിവൈഡഡ് ബൈ 5, അതായത് ആകത്തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി കാണാനുള്ള ഇക്വേഷൻ. ഉത്തരം നമുക്ക് ഓപ്ഷൻ ബി 400 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 400. 90ാമത്തെ ചോദ്യം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ഒരു ട്രെയിനിന്റെ നീളം 250 മീറ്റർ. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ ഇതിന് എത്ര സമയം വേണം? 60 കിലോമീറ്റർ ആണ് വേഗത പറഞ്ഞിരിക്കുന്നത്. വേഗതയെ ആദ്യം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക, അതായത് 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേഗത കിട്ടുന്നു. സമയം കാണാനുള്ള ഇക്വേഷൻ അറിയാം, ദൂരം ബൈ വേഗത. ഉത്തരം നമുക്ക് 15 സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ സി 15 സെക്കൻഡ്. 91ാമത്തെ ചോദ്യം. 3:72 ആയാൽ 4: എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3ഉം 72ഉം തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ആദ്യം നോക്കേണ്ടത്. അതായത് 3 ക്യൂബ് നമുക്കറിയാം. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ നമുക്ക് 27 എന്ന് കിട്ടും. ഈ 27നെ അവർ തിരിച്ചിട്ടിരിക്കുകയാണ് 72 എന്ന്. അങ്ങനെയാണെങ്കിൽ 4: എന്ത് വരും? 4: എന്ന് പറയുമ്പോൾ 4 ക്യൂബ് നോക്കുക. 4 ക്യൂബ് എത്രയാണ്? 4 × 4 × 4 എന്ന് പറഞ്ഞാൽ 64 ആണ്. 64നെ നമ്മൾ തിരിച്ചിട്ടാൽ ഉത്തരം 46 എന്ന് കിട്ടും. ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 46. അടുത്ത 92ാമത്തെ ചോദ്യം.
ബോർഡ് മാസ് പ്രകാരം ചെയ്യേണ്ട ചോദ്യമാണ്. 30 + 4 - 20 / 5 + 1 × 10. ഉത്തരം ഓപ്ഷൻ എ 40. ഓപ്ഷൻ എ 40. 93-ാമത്തെ ചോദ്യം ശ്രേണി ചോദ്യമാണ്. 5, 7, 8, 10, 12, 14, 17, 19. ഇതെങ്ങനെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ഇതൊരു ഇരട്ട ശ്രേണിയാണ്. ഇരട്ട ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കുക. 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 5ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 8 കിട്ടി. 8ന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 12 കിട്ടി. 12ന്റെ കൂടെ എത്രയാണ് കൂട്ടിയേക്കുന്നത്? 5. 12ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 17 കിട്ടി. അപ്പോൾ 17ന്റെ കൂടെ എത്ര കൂട്ടണം? അടുത്തത് വരണമെങ്കിൽ എന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി താഴത്തെ അടുത്ത സംഖ്യകൾ നോക്കിക്കേ. 7ന്റെ കൂടെ 3 കൂട്ടി. 7ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 10. 10ന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 14. 14ന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 19. അങ്ങനെ വന്നു. അപ്പം നമുക്ക് മുകളിലത്തെ ശ്രേണിയുടെയാണ് നോക്കേണ്ടത്. 3, 4, 5 കൂടി അടുത്തത് 17ന്റെ കൂടെ 6 കൂടണം. 6 കൂടുമ്പോൾ ഉത്തരം നമുക്ക് ഓപ്ഷൻ ഡി 23 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 23. 94-ാമത്തെ ചോദ്യം വ്യത്യസ്തമായത് ഏത്? ചതുരം, വൃത്തം, പഞ്ചഭുജം, സാമാന്തരികം. ഉത്തരം ഓപ്ഷൻ ബി വൃത്തമാണ്. കാരണം എന്താണ്? ചതുരം, പഞ്ചഭുജം, സാമാന്തരികം എന്നിവയെല്ലാം നേർരേഖകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. വൃത്തം ഒരു വക്രരേഖയാണെന്ന് ഓർക്കുക. 95 AZCX എന്ന് പറഞ്ഞാൽ BYDW ആണെങ്കിൽ FUHS എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി GTIR ആണ് ഉത്തരം വരുന്നത്. ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞു തരാം. 96-ാമത്തെ ചോദ്യം ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ 49. 49 ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. കാരണം ബാക്കി 3 സംഖ്യകളും അഭാജ്യ സംഖ്യകളാണ്. 49 ഒരു ഭാജ്യസംഖ്യയാണ്. 97-ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പകരമായി അക്ഷരങ്ങൾ എഴുതി അർത്ഥവത്തായ വാക്ക് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്താണ്? ഓപ്ഷൻ സിയിലെ വാക്കുകൾ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സർക്കിൾ എന്ന വാക്കാണ്. സർക്കിൾ, അതായത് അക്ഷരമാലയിലെ സ്ഥാനവില നൽകിയാണ് സംഖ്യകൾക്ക് അക്ഷരങ്ങൾ ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് സിയും കൊണ്ട് സർക്കിൾ എന്ന വാക്കാണ് അർത്ഥവത്തായി ലഭിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായി കിട്ടുന്നത്. 98-ാമത്തെ ചോദ്യം ശരണിന്റെ അമ്മയുടെ പ്രായം അവന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? ശരണിന്റെ പ്രായം x എന്നും അമ്മയുടെ പ്രായം 4x എന്നും എടുത്തു. 4x എന്ന് പറയാൻ കാര്യം എന്താണ്? അമ്മയുടെ പ്രായം ശരണിന്റെ പ്രായത്തിന്റെ 4 മടങ്ങായതുകൊണ്ടാണ് 4x എന്നെടുത്തത്. 4 വർഷത്തിന് ശേഷം ശരണിന്റെ പ്രായം എങ്ങനെയാകും? 4x + x = 3 × x + 4. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടും. ശരണിന്റെ പ്രായം 8 എന്ന് കിട്ടി. ശരണിന്റെ പ്രായം 8 ആണെങ്കിൽ ശരണിന്റെ അമ്മയുടെ പ്രായം എത്താണ്? 4x ആണല്ലേ? 4x ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടിയ 4 × 8 32. ഓപ്ഷൻ സി 32 ആണ് അമ്മയുടെ പ്രായം. 99-ാമത്തെ ചോദ്യം 1, 3, 5, 7, 9. അടുത്തത് ഏതെന്നാണ് ചോദ്യം. ഇതൊരു ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ഉത്തരം വരുന്നത് 11 ആണ്. ഓപ്ഷൻ എ 11. 100-ാമത്തെ ചോദ്യം സബിത ഒരു വരിയിൽ മുന്നിൽ നിന്ന് 25-ാമതും പിറകിൽ നിന്ന് 25-ാമതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? വരിയിലെ ആകെ എണ്ണം കാണാൻ മുമ്പിൽ നിന്നുള്ള സ്ഥാനം പ്ലസ് പിന്നിൽ നിന്നുള്ള സ്ഥാനം -1 നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. മുമ്പിൽ നിന്നുള്ള സ്ഥാനം 25 പ്ലസ് പിന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? 25 -1 ചെയ്താൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ ഡി 49. ഓപ്ഷൻ ഡി 49. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏത് ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്